ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുട്ടനും ഉണ്ണിയൊക്കെ ഗൾഫിൽ പോവാണ്. അപ്പോൾ അവരെ ഒന്ന് പോയി കാണണം. ഇവിടുന്ന് ബേക്കറൊക്കെ വാങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് കുട്ടനെ കണ്ടത്. നിങ്ങൾ വിചാരിക്കും ഞാനെന്താ ഹെൽമെറ്റ് വെച്ച് വണ്ടിയിലിരിക്കുന്നത്. അവനെ കണ്ടപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ എൻ്റെ വണ്ടി സർവീസിന് കൊടുക്കാന്ന്. അങ്ങനെ എൻ്റെ വണ്ടി സർവീസിന് കൊടുത്ത് ഞാൻ അവൻ്റെ കൂടി കയറി വണ്ടിയിൽ എണ്ണ അടിക്കാൻ വേണ്ടി പമ്പ് പോയി എണ്ണ അടിച്ച് ഞങ്ങൾ നേരെ വടിയോത്തേക്ക് വന്നിട്ടാ. അവിടുന്ന് പിന്നെ ഒരു സർവത്തൊക്കെ കുടിച്ച് വീട്ടിലേക്ക് പോന്നു. കുട്ടൻ പിന്നെ ഫസ്റ്റ് ടൈമാണ് ഗൾഫിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ടെൻഷനായിരുന്നു. അവൻ്റെ ടെൻഷൻ കാണുമ്പോൾ നമുക്കും വിഷമാവും. പിന്നെ എല്ലാത്തിനും ഒരു സമയം ഉണ്ടല്ലോ. നമ്മളൊരു പ്രവാസിയാവും ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളായിരിക്കും. ഉദാഹരണം എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ഒരിക്കലും ഗൾഫിലേക്ക് പോയില്ല എന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഇപ്പൊ ഞാനൊരു പ്രവാസിയുടെ ഭാര്യ ആയതുകൊണ്ടാവാം അവന്റെ ഫീലിങ്സ് എനിക്ക് നല്ലോണം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനോട് ഇങ്ങനെ പറയുന്നു, സാരമില്ലടാ, ഒരു വർഷമില്ല, അത് പെട്ടെന്ന് പോവും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആശ്വസിപ്പിച്ച്. ഇത് പിന്നെ അമ്മേന്റെ വീട്ടിലെ മുന്നിലുള്ള റോഡാണ്. റോഡ് കൂടി ഇങ്ങനെ വെള്ളം ഒഴുകും. പണ്ടൊക്കെ ഞങ്ങൾ ഒരുപാട് കളിച്ചിട്ടുണ്ട്. ഈ ചെരുപ്പ് ഒഴുകിയിട്ട് ഇങ്ങനെ അണി കൂടി ഇങ്ങനെ വന്ന് പിടിക്കുന്നത്. അങ്ങനെ എൻ്റെ എത്രയോ ചെരുപ്പ് ഇങ്ങനെ ഒലിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ ആയിരുന്നു കേട്ടോ. അന്നത്തെ കാലത്ത് എനിക്കിത് വലിയൊരു തോട് പോലെ ഫീൽ ചെയ്ത്. ഇപ്പം കാണുമ്പോൾ ചെറുതായതുകൊണ്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായതാണോ അല്ല എൻ്റെ ഒരു മെമ്മറി പവറിൻ്റെ ഒരു കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ അമ്മയുടെ വീട്ടിൽ പോയി അച്ചാച്ചനെ അമ്മമ്മയൊക്കെ കണ്ട് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്ന്. ഇവിടെ പിന്നെ കുട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയോ അവളെ വീട്ടുകാരൊക്കെ വന്നിരുന്നു. അവർ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാനും ഇറങ്ങാൻ നോക്കി. കാരണം എൻ്റെ വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 മണിയാകുമ്പോഴത്തേക്ക് അത് അവിടെ നിന്ന് എടുക്കണം. ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടനെ ഇറക്കി തരാന്ന് പറഞ്ഞ് അത് കേട്ട മതി കേൾക്കാത്ത മതി ഇവരും കൂടെ കയറി. എന്തായാലും എൻ്റെ വണ്ടി നല്ല സുന്ദര കുട്ടപ്പനായി. ഇത് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, എൻ്റെ വണ്ടിക്ക് ഇത്രയും നിറയുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.